ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബൈലിംഗോ ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സേവറിങ് ദ ക്ലാസിക്സ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്റർ കോമൺ പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. 2018, 19, 20 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 ഇയേഴ്സിലെയും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് 2018 ജൂണിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്. ആ ചാപ്റ്ററിലെ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ബ്ലാക്ക് വെയിൽ എന്നുള്ള ചാപ്റ്ററിലെ 5th ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ലാൻഡ് എ മാൻ നീഡ് എന്നുള്ള ലെസണിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് വൺ കാബുളിവാല എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് എയിലെ. ദെൻ 5th വൺ പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ 6th വൺ ഡിവൈൻ കോമഡി ഇൻഫെർണോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 6th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ 7th വൺ ഡോൺ ക്വിഹോത്തെ എന്ന് പറയുന്ന ലെസണിലെ 5th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ 8th വൺ ഇറ്റ്സ് ഫ്രം ദ ടെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 61 നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് ഫ്രം റോമിയോ ആൻഡ് ജൂലിയറ്റ്. ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ 7th വൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ 9th വൺ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നുള്ള ലെസണിലെ 3rd ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 10th വൺ ലേ മിസറബിൾസ് എന്ന് പറയുന്ന ലെസണിലെ 2nd വൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 11 റോമിയോ ആൻഡ് ജൂലിയറ്റിൽ നിന്നാണ് എഗെയിൻ ചോദിച്ചിരിക്കുന്നത്. 4th ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദ ടെക്സ്റ്റ്. ദെൻ 12th വൺ ലവ്ലി യൂത്തിൽ നിന്നും 5th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ലവ്ലി എസ് യൂത്ത് എന്നുള്ള ലെസണിൽ നിന്നും. സോ ഫസ്റ്റ് സെക്ഷനിലെ 12 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് സെക്ഷൻ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ബിക്കോസ് അത്രയും ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ സംടൈംസ് വി വോണ്ട് ഗെറ്റ് ഇനഫ് ടൈം ടു ഡിസ്കസ് ദിസ് 3 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണ് എന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ഇസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ദ ബ്ലാക്ക് വെയിൽ. Then question number 14 is again from Lovely is Youth. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ലവ്ലി ഈസ് യൂത്തിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ 14th വൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഫ്രം സെക്കൻഡ് സെക്ഷൻ. ദെൻ 15th വൺ ഇറ്റ് ഈസ് ഫ്രം ദ ലെസൺ പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ്. 3rd ക്വസ്റ്റ്യൻ ആണ് ആ ചാപ്റ്ററിലെ. ദെൻ 16th വൺ ഫ്രം കാബുളിവാല ആൻഡ് ഇറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. ദെൻ 17th വൺ എഗെയിൻ ഫ്രം ഡോൺ ക്വിഹോത്തെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഇവിടെ 17th വൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ നമ്പർ 2. ദെൻ 18th വൺ ഇറ്റ് ഈസ് ഫ്രം ദ ലെസൺ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് ആൻഡ് ഇറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. ദെൻ 19th വൺ മെർച്ചൻ്റ് ഓഫ് വെനീസ് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. Then question number 20 it is from the Divine Comedy Inferno, 3rd question from the text. സെക്കൻഡ് സെക്ഷനിലെ 3rd ക്വസ്റ്റ്യൻ ആണ് ഇവിടെ 20th വൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ 21 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ സെക്ഷൻ എഗെയിൻ ഫ്രം ഡോൺ ക്വിഹോത്തെ. ഡോൺ ക്വിഹോത്തയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ 21th ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ, എസ് എ സെക്ഷൻ. എസ് എയിലെ ഫസ്റ്റ് എസ് എ 22nd ക്വസ്റ്റ്യൻ നമ്പർ 22 ഇറ്റ് ഈസ് ഫ്രം മെർച്ചൻ്റ് ഓഫ് വെനീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റിലെ 22nd ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ 23rd ഇറ്റ് ഈസ് ഫ്രം ദ ഒഡീസി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ഒഡീസി എന്നുള്ള പോയത്തിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ 24 ഇറ്റ് ഈസ് ഫ്രം പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 25 ഇറ്റ് ഈസ് ഫ്രം ലേസ് മിസറബിൾസ് ഓർ ലേ മിസറബിൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഫ്രം ലേ മിസറബിൾസ്. ദെൻ 2018 നടന്ന എക്സാമിൽ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ പുറത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ഇറ്റ്സ് ഫ്രം ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വി ആർ മൂവിങ് ടു 2019 മെയ്യിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഫ്രം പാർട്ട് എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ലെസൺ ദ ഒഡീസി. 3rd ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ദ ഡിവൈൻ കോമഡി ഇൻഫെർണോ എന്ന ലെസണിൽ നിന്നാണ്. അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ളതല്ല. ദെൻ 3rd ക്വസ്റ്റ്യൻ എഗെയിൻ ഫ്രം ദ ഡിവൈൻ കോമഡി ഇൻഫെർണോ ബട്ട് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ്. 3rd ക്വസ്റ്റ്യൻ തന്നെയാണ് ടെക്സ്റ്റിലെ. ദെൻ 4th വൺ ഇറ്റ് ഈസ് ഫ്രം റോമിയോ ആൻഡ് ജൂലിയറ്റ്. 7th ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ തന്നെ. ദെൻ 5th വൺ മെർച്ചൻ്റ് ഓഫ് വെനീസിലെയാണ്. 4th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ 6th വൺ എഗെയിൻ ഫ്രം മെർച്ചൻ്റ് ഓഫ് വെനീസ് ബട്ട് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ടെക്സ്റ്റ് വായിച്ചെഴുതേണ്ടതാണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ.
Then 7th one, it is from the lesson Don Quixote. Third question from the text. Textile third question ആണ്. Then 8th one, it is from Pride and Prejudice. Second question from the text. But 9th one, it is from Pride and Prejudice. പക്ഷേ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്, ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ വായിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. 10th one, it is ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ് എന്നുള്ള ലെസണിൽ നിന്നും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ അല്ല, ബട്ട് ഇൻഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുന്നു. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക, ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല. ദെൻ 11th one, ഇറ്റ് ഈസ് ഫ്രം ദ ബ്ലാക്ക് വെയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്ലാക്ക് വെയിൽ എന്നുള്ള ലെസണിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ 12th one, ഇറ്റ് ഈസ് ഫ്രം ദ ലെസൺ ദ ഷേപ്പ് ഓഫ് ദ സ്വോർഡ്. ഷേപ്പ് ഓഫ് ദ സ്വോർഡ് എന്നുള്ള ലെസണിലെ 5th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 13, ഇറ്റ് ഈസ് ഫ്രം ലവ്ലി ഈസ് യൂത്ത്, ബട്ട് ഇറ്റ് ഈസ് an indirect question. ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല, ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ദെൻ 14th one is again from the lesson Lovely is Youth. Third question from the text. ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ 15th one, it is from Rubaiyat. Third question from the text. Then 16th one, it is from Romeo and Juliet. Second question from the text. Then 17th one, it is from Merchant of Venice. Fourth question ആണ് from the text. Then 18th one, it is from Les Miserables or Les Miserables. Question number 3 from the text. Then 19th one, it is Pride and Prejudice. Second question from the text. Then 20th one, it is from the lesson Kabuliwala, and third question from the text. Then 21st, it is from Kabuliwala itself. പക്ഷേ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല, ഫ്രം ദ ടെക്സ്റ്റ് ആണ് അത് ചോദിച്ചിരിക്കുന്നത്. Now we are moving to the next section. Section C, essay questions ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ദ ഒഡീസി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒഡീസി എന്നുള്ള പോയത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഫ്രം റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 24th, ഇറ്റ് ഈസ് ഫ്രം ഡോൺ ക്വിഹോത്തെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 25th, it is from the black whale. എ ജനറൽ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ല, ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സോ 2019 നടന്ന എക്സാമിന് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെയും ചോദിച്ചിരുന്നു, ഇൻസൈഡ് ദ ടെക്സ്റ്റ്, ഫ്രം ദ ടെക്സ്റ്റ് ആയിട്ടും ചോദിച്ചിരുന്നു. അതായത് ലെസൺ വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ നവംബർ 2020. 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഫ്രം ദ ലെസൺ ലവ്ലി ഇസ് യൂത്ത്. ലവ്ലി ഈസ് യൂത്ത് എന്നുള്ള ആ പോയത്തിൽ നിന്നാണ്, പക്ഷേ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല, ഫ്രം ദ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഫ്രം ദ പോം റുബൈയാത്ത്. റുബൈയാത്തിലെ 5th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, ഇറ്റ് ഈസ് ഫ്രം ദ ഡിവൈൻ കോമഡി ഇൻഫെർനോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. Then 4th one, it is from Romeo and Juliet. Second question from the text. Then 5th one also from Romeo and Juliet. 7th one from the text. Then 6th one, it is from Merchant of Venice. Merchant of Veniceലെ 5th question ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Then 7th one, it is from Don Quixote. പക്ഷേ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ അല്ല, ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. Then 8th one, it is from Les Miserables. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ടെക്സ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചാൽ അത് മനസ്സിലാകും, ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല. ദെൻ 9th വൺ, ഇറ്റ് ഈസ് ഫ്രം പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്. അതും ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്, ടെക്സ്റ്റിൻ്റെ ബാക്കിലെ ക്വസ്റ്റ്യൻ അല്ല. പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്നുള്ള ലെസണിൽ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ദെൻ 10th വൺ, ഇറ്റ് ഈസ് ഫ്രം ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. ദെൻ 11, ഇറ്റ് ഈസ് ഫ്രം ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ദ ബ്ലാക്ക് വെയിൽ എന്നുള്ള ലെസണിൽ നിന്നും ഇൻസൈഡ് ദ ടെക്സ്റ്റാണ്, ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12 ഫ്രം ദ ഷേപ്പ് ഓഫ് ദ സ്വോർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഫ്രം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിലെ 4th ക്വസ്റ്റ്യനാണ് ഇവിടെ 12th ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ വി ആർ മൂവിങ് ടു സെക്കൻഡ് സെക്ഷൻ, ഷോർട്ട് എസ്സേസ് ആണ്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ദ പോം ഒഡീസി. ഒഡീസിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ 13th ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ 14, ഇറ്റ് ഈസ് ഫ്രം ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ്. ദെൻ 15, ഇറ്റ് ഈസ് ഫ്രം അഗെയിൻ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്.
third question from the text. Then 16th one, it is from Romeo and Juliet. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ അല്ല. Then 17th one, it is from Merchant of Venice. 5th question from the text. Then 18th one, it is from Les Miserables. Second question from the text. Then 19th one, it is from Pride and Prejudice. Third question from the text. ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Then 20th question, it is from കാബുളിവാല. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്, ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല. Then 21st one, it is from How much land does a man need? Third question from the text. ടെക്സ്റ്റിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Now we are moving to last section, essay sections. First question number 22, it's from the lesson Lovely is Youth. ഇതിൽ ആകെ ഒരൊറ്റ എസ്സേ ആ ലെസണിലുള്ളൂ, അതുകൂടെ ചോദിച്ചിരിക്കുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ. Then 23rd, it is from Merchant of Venice. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 പോലെ തന്നെയാണ്, പക്ഷേ ഇൻഡയറക്റ്റ്ലി അത് ചോദിച്ചിരിക്കുന്നു. Then question number 24, it is from Don Quixote. Second question from the text. Then 25th, it is again an indirect question from the lesson, and it is from the lesson കാബുളിവാല. സോ 2020 നടന്ന സെവർ ഇൻ ദ ക്ലാസിക്സ് എന്നുള്ള എക്സാമിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി എഴുതേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാ സെക്ഷനിലും തന്നെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സെക്ഷൻ എയിലും ബിയിലും സിയിലും ചോദിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. സോ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ഹാസ് ബീൻ ആസ്ക്ഡ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.